ബയോളജി ആൻഡ് ടെക്നോളജി എന്ന ബയോളജിയുടെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബയോളജി ആൻഡ് ടെക്നോളജി എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? പ്രധാനമായിട്ടും ബയോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾ എന്തായാലും ബയോ ടെക്നോളജി എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുള്ളതാണ് അല്ലേ? ബയോ ടെക്നോളജി, ജീവജാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെക്നോളജി ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ബയോടെക്നോളജി, അതുപോലെ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്താണ്? ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ബയോടെക്നോളജി, ഞാൻ ആദ്യമേ പറഞ്ഞു, ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ലൈഫ് എന്നാണ് അർത്ഥം. അപ്പോൾ ലൈഫ് അതായത് ജീവജാലങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പാർട്സിലോ നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള സേവനങ്ങളോ സാധനങ്ങളോ നിർമ്മിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ബയോടെക്നോളജി? ബയോടെക്നോളജി ഈസ് ദ ടെക്നോളജി ഓഫ് യൂസിങ് ലിവിങ് തിങ്സ് ഓർ ദെയർ പാർട്സ് ടു പ്രൊവൈഡ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കൊരു ഗോൾഡൻ റൈസ് എന്ന് പറയുന്ന ഒരു റൈസ് ഉണ്ട്. എന്താണെന്നറിയാവോ? അതിൽ ഈ പറഞ്ഞ നമ്മുടെ വൈറ്റമിൻസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സാധനം, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഷുഗർ ഉള്ള രോഗികളിൽ ഇൻസുലിൻ ഉൽപ്പാദനം കുറയുന്ന കാരണമാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നതെന്ന്. ഡയബറ്റീസ് ഏതാണെന്നൊക്കെയുള്ളത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഡയബറ്റീസിന് പകരം നമ്മൾ അല്ലെങ്കിൽ മാറാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്? ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സാധനമല്ലേ? അപ്പോൾ നമ്മളത് എങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയത്? ആ പറഞ്ഞ പ്രോസസ്സിൽ ബയോടെക്നോളജി ഉണ്ട്. അപ്പോൾ മനുഷ്യന് ആവശ്യമായിട്ടൊരു സാധനമല്ല ഇൻസുലിൻ, നമ്മളത് ഉണ്ടാക്കിയെടുത്തില്ലേ? ഇനി സർവീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ, മൃഗങ്ങളെ കൊല്ലാതെ മീറ്റ് ഉണ്ടാക്കാൻ പറ്റി, ഒരു സർവീസ് അല്ലേ? മനുഷ്യന് വേണ്ട സാധനമാണ് മീറ്റ്. അത് മൃഗങ്ങളെ കൊന്ന് എന്നുള്ള വിഷമം മാറി കിട്ടിയിട്ട് ഒരു സന്തോഷം വന്നില്ലേ? നമ്മൾ പെസ്റ്റിസൈഡിൻ്റെ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റും നമുക്ക് ബയോടെക്നോളജിയിലൂടെ. അപ്പോൾ മനുഷ്യന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ജീവജാലങ്ങളിൽ ടെക്നോളജി ഉപയോഗിച്ച് മാറ്റം വരുത്തി, അതായത് ജീനിലും DNA-ലും ഒക്കെ മാറ്റം വരുത്തി നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതാണ് ബയോടെക്നോളജി. ബയോടെക്നോളജി നമ്മുടെ DNA-യുടെ സ്ട്രക്ചറൊക്കെ കണ്ടുപിടിച്ചത് ബയോടെക്നോളജിയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. അതിലുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ് എന്ന് വെച്ചാൽ അറിയാലോ, സീക്വൻസ് ഓഫ് DNA. അപ്പോൾ ഈ പറഞ്ഞ ജീനുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും, റീകമ്പൈൻ ചെയ്യാൻ പറ്റും, ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മൃഗങ്ങളിലോ മനുഷ്യരിലോ ഓർഗാനിസത്തിലോ കൊണ്ടുവരാനായിട്ട് പറ്റും. So it is a technology of creating desired trait in organism by combining or deleting genes. ജീനുകളെ പരസ്പരം കൂട്ടിച്ചേർത്തോ ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്തോ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജീവജാലങ്ങളിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന 2 ടെക്നോളജികൾ നമ്മൾ ഇന്ന് പഠിക്കും. ഒന്ന് റീകോമ്പിനൻ്റ് ടെക്നോളജിയും മറ്റൊന്ന് ക്രിസ്പർ ടെക്നോളജി എന്നും പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്ന് നോക്കാം, എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട. ഈ കാണുന്ന നോട്ടും അധികം താമസിയാതെ നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ അവൈലബിൾ ആകുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് തികച്ചും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ച് ദിവസം എടുക്കും, ഒരാഴ്ചയെങ്കിലും എടുക്കും. നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് പകുതി ആയിട്ടെങ്കിലേ നമ്മൾ നോട്ട് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ ബയോടെക്നോളജി? ബയോടെക്നോളജി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ടെക്നോളജി അല്ലേ? എന്താണ്? ലിവിങ് തിങ്സിലോ അതിൻ്റെ പാർട്സിലോ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളോ സർവീസുകളോ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്നത്. DNA-യുടെ സ്ട്രക്ചർ കണ്ടെത്തിയത് അതിന് വളരെയധികം സഹായകമായിട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രൈറ്റുകൾ ഓർഗാനിസത്തിൽ ഉണ്ടാക്കുന്നു. എങ്ങനെ? ജീനുകളെ കമ്പൈൻ ചെയ്തിട്ടോ ഡിലീറ്റ് ചെയ്തിട്ടോ. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ATGC എന്നൊക്കെ പറഞ്ഞിങ്ങനെ കോഡായിട്ടാണ് നമ്മുടെ DNA സീക്വൻസ് ഇരിക്കുന്നത്. ഓർമ്മയില്ലാണ് നമ്മുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ? ഡബിൾ ഹെലിക്സിനകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ. അതിൽ ഒരു സ്ട്രാൻഡ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രാൻഡിൽ ഇങ്ങനെ DNA സീക്വൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു സീക്വൻസിനല്ലേ നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. ഈ ജീൻ പറയുന്ന അനുസരിച്ചല്ലേ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഈ പ്രോട്ടീൻ ചേർന്നല്ലേ സെല്ലും ടിഷ്യൂ ഒക്കെ ഓർഗൻ സിസ്റ്റം ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ പറയുന്ന ജീനുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്ത് കളയാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പോൾ ജീൻ ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന 2 പ്രധാന ടെക്നോളജികൾ നമുക്കിന്ന് പഠിക്കണം.
ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, പേര് തന്നെ ഉണ്ട്, റീകമ്പൈൻ ചെയ്യുന്നു. മറ്റൊന്ന് ക്രിസ്പർ ടെക്നോളജി. ഈ ക്രിസ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പോലെയൊക്കെയാണ്, നമുക്ക് ആവശ്യമുള്ള സീക്വൻസിനെടുത്ത് കട്ട് ചെയ്ത് കളയുന്ന പരിപാടി. നോക്കിയാലോ, ഫസ്റ്റ് വരുന്നു റീകോമ്പിനൻ്റ് ടെക്നോളജി. അപ്പോൾ ആദ്യം ഞാനതിൻ്റെ ഒരു കാര്യം ഈ പിക്ചർ വെച്ച് പറഞ്ഞുതരാം, എന്നിട്ട് കാര്യത്തിലോട്ട് വരാം. നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഒരു ജീന് ആവശ്യമാണ്. ആ ജീൻ ചെയ്യുന്ന പ്രവർത്തനം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയണേ. ഇൻസുലിൻ വെച്ച് തന്നെ പറയാം. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളത്, നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ജീൻ ഉണ്ടാകും അല്ലേ. പാൻക്രിയാസിൽ ഉണ്ടാകാനായിട്ടുള്ളൊരു ജീൻ ഉണ്ടാകും. ആ ജീനിനകത്ത് എന്തായാലും ഇൻസുലിൻ ഉണ്ടാവേണ്ട എങ്ങനെയെന്നും എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഇൻസുലിൻ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാകുന്നത് എന്നുള്ള ജീനിനെ നമ്മൾ കണ്ടെത്തിയിട്ട് നമുക്കതിനെ മനുഷ്യൻ്റെ DNA-യിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് DNA-യിൽ നിന്നും ഒരു സീക്വൻസിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ടുള്ള ടെക്നോളജി കൊണ്ട് നമ്മൾ DNA ഒക്കെ കണ്ടെത്താൻ പഠിച്ചു. DNA-യുടെ ഈ പറഞ്ഞ സീക്വൻസുകൾ മനസ്സിലാക്കാൻ പഠിച്ചു. അതിൽ ഈ കാണുന്ന ഒരു സീക്വൻസാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഇൻസുലിൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സീക്വൻസ് ഇൻസുലിൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സീക്വൻസിനെ ഈ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ ആദ്യം ഒരു കത്രിക വേണം. ആ പറയുന്ന ബയോളജിക്കലിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ജെനറ്റിക് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈ പറഞ്ഞ സീക്വൻസിനെ കട്ട് ചെയ്യും. സോ നമുക്ക് സീക്വൻസ് കിട്ടും. ഈ സീക്വൻസ് ഒരു DNA-യുടെ ഭാഗമാണ്. നമുക്ക് എന്തായാലും DNA നേരെ പിടിച്ച് ഒരു സാധനവും ചെയ്യാൻ നമുക്കറിയത്തില്ല. DNA ഏതെങ്കിലും ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുമ്പോൾ അത് പറയുന്നതനുസരിച്ചാണ് ഭാഗം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു 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 ഓർഗാനിസത്തിലേക്ക് എത്തിക്കണം. ഈ പറയുന്ന ഓർഗാനിസത്തെ നമുക്ക് ഹോസ്റ്റ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഹോസ്റ്റ്. പക്ഷെ ഡയറക്റ്റായിട്ട് ഈ കഷ്ണത്തിന് പിടിച്ചും കൊടുത്താൽ പറ്റുമോ? ഇല്ല. നമുക്കപ്പോൾ അതൊരു DNA ആക്കി തന്നെ കൊടുക്കണം. അല്ലെ, ഇവിടെ നിന്നൊരു കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. ആ കഷ്ണം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ആ കഷ്ണം അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു കാരിയർ വേണം. ആ കാരിയറാണ് വെക്റ്റർ എന്ന് പറയുന്നത്. ആ കാരിയറിൻ്റെ പേരാണ് വെക്റ്റർ. നമ്മൾ സാധാരണ ബാക്ടീരിയയിൽ കാണുന്ന പ്ലാസ്മിഡിനെയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് പ്ലാസ്മിഡ് എന്ന് മനസ്സിലാക്കുക. ഒരു ബാക്ടീരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. ഈ ന്യൂക്ലിയസിനകത്തൊരു DNA ഉണ്ടാകും. എന്നാൽ ഇതല്ലാതെ ബാക്ടീരിയകളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം DNA സീക്വൻസിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു DNA ആണ് ഇതായി ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്. ഇതിന് ബാക്ടീരിയയെ സഹായിക്കുന്ന ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാക്ടീരിയയിൽ നിന്നുള്ള പ്ലാസ്മിഡിനെ എടുക്കും. അപ്പോൾ പ്ലാസ്മിഡ് എന്ന് വെച്ചാൽ ഒരു DNA സീക്വൻസ് ആണെന്ന് മനസ്സിലാക്കുക. ബാക്ടീരിയകളിൽ കാണുന്ന ഒരു DNA സീക്വൻസാണ് പ്ലാസ്മിഡ്. ബാക്ടീരിയയുടെ പ്രധാന ജോലി ചെയ്യാൻ വേറെ DNA ഉണ്ട്. അതല്ലാതെ അഡീഷണലി കാണുന്ന ഒരു DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. DNA എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഈ സാധനം അതിങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ, സർക്കുലർ ഷേപ്പ് ഇരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ സാധാരണ ജോലി അഫക്റ്റ് ആവാത്ത ഒരു ചെറിയ ഭാഗത്തിനെ കണ്ടെത്തി അതിനെ മുറിച്ച് കളയും. അവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ മനുഷ്യൻ്റെ DNA ഭാഗവും ഈ പറഞ്ഞ സാധനവും കൂടെ പരസ്പരം നമ്മളിവിടെ ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒട്ടിച്ച് വയ്ക്കുന്നത്. എന്താണ്? ലിഗേസ് ഉപയോഗിച്ച് നമ്മൾ ഒട്ടിക്കും. എന്നിട്ട് ഈ ഒട്ടിച്ച സാധനത്തിനടുത്ത് നമ്മുടെ ഹോസ്റ്റിലോട്ട് കൊടുക്കും. ഈ ഹോസ്റ്റ് എന്ന് പറയുന്ന സാധാരണ നമ്മൾ കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ കോളൈ ബാക്ടീരിയ പെട്ടെന്ന് പെറ്റ് പെരുകും. അപ്പോൾ ഈ കോളൈ ബാക്ടീരിയ പെറ്റ് പെരുകുമ്പോൾ ഈ കോളയ്ക്കകത്ത് ഇപ്പോൾ എന്തുണ്ട്, ഇൻസുലിൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കോഡും ഉണ്ട്. അപ്പോൾ ഈ കോഡ് വായിച്ചിട്ട് ഈ പറഞ്ഞ കോളൈ പ്രവർത്തിച്ച് എന്തുണ്ടാവും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. As the inserted gene become active in the cell, the desired product is formed. നമ്മളിവിടെ എക്സാമ്പിൾ പറയുന്നത് ഇൻസുലിൻ ആണ്. സോ ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ DNA ഉപയോഗിച്ച് മനുഷ്യൻ്റെ DNAയും ഈ പറഞ്ഞ ബാക്ടീരിയയുടെ DNAയും നമ്മളിവിടെ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. അപ്പോൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ടെക്നോളജി എന്ത് വിളിക്കാം, റീകോമ്പിനൻ്റ് ടെക്നോളജി എന്ന് വിളിച്ചൂടെ. അപ്പോൾ എന്താണ് റീകോമ്പിനൻ്റ് ടെക്നോളജി? Combine the DNA segment of 2 or more different organisms to form a recombinant DNA. കണ്ടോ, 2 ഓർഗാനിസങ്ങളുടെ DNA കമ്പൈൻ ചെയ്തു. മനുഷ്യൻ്റെയും ബാക്ടീരിയ കാണുന്ന പ്ലാസ്മിഡിനെയും കമ്പൈൻ ചെയ്ത് അതിനെ മറ്റൊരു ഓർഗാനിസത്തിൽ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുന്ന പരിപാടി. അപ്പോൾ എന്താണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി? റീകോമ്പിനേഷൻ ചെയ്യുന്നു. വ്യത്യസ്തമായിട്ടുള്ള 2 ഓർഗാനിസത്തിൻ്റെ DNA കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ ആദ്യം എന്ത് ചെയ്യും, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ജനറ്റിക് സിസറായി പ്രവർത്തിക്കുന്നു. അത് സ്പെസിഫിക് ജീനിനെ കട്ട് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ നമ്മളെ
മനുഷ്യനിൽ ആവശ്യമായിട്ടുള്ള ജീനെ കട്ട് ചെയ്യുന്ന ആരാണ്? അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് REN എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് കട്ട് ചെയ്യും. ബാക്ടീരിയയുടെ പ്ലാസ്മിഡിനെ കട്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് തന്നെ ആണ്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കണം, ബാക്ടീരിയയിൽ അഡീഷണലി നമ്മൾ വണ്ടിയിൽ ടയറിൽ സ്റ്റെപ്പിന് ഇരിക്കുന്ന പോലെ ഈ ബാക്ടീരിയയിൽ കാണുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു DNA സീക്വൻസ് ആണ് പ്ലാസ്മിഡ് എന്ന് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കട്ട് ചെയ്തു, മുറിച്ചെടുത്തു. അടുത്ത ജോലി എന്താ? എ ലിഗേസ് എൻസൈം ദാറ്റ് ഈസ് ജനറ്റിക് ഗ്ലൂ ദാറ്റ് ജോയിൻ ദ 2 DNA സെഗ്മെന്റ്സ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? രണ്ടിനെയും കൂടെ ഒട്ടിക്കും. എവിടെ ഒട്ടിക്കും? കാരിയറിൽ ഒട്ടിക്കും. ആ കാരിയറിൻ്റെ പേരാണെന്ത്? വെക്റ്റർ. ഓക്കെ, എ വെക്റ്റർ ദാറ്റ് ക്യാരീസ് ദ ജീൻ ആൻഡ് എ ഹോസ്റ്റ് സെൽ ഇൻ ടു വിച്ച് ദ റീകോമ്പിനന്റ് DNA ഈസ് ഇൻസർട്ടഡ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത DNA ഒട്ടിക്കാൻ ലിഗേസ് ഉപയോഗിക്കും. എവിടെയാണ് ഒട്ടിക്കുന്നത്? അത് ഒട്ടിക്കുന്നത് വെക്റ്ററിലാണ് ഒട്ടിക്കുന്നത്. ഈ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ബാക്ടീരിയ പ്ലാസ്മിഡ് ആയിരിക്കും വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വെക്റ്റർ നമ്മൾ എന്ത് ചെയ്യും? ഈ വെക്റ്റർ നമ്മൾ അതിനെ ഒട്ടിച്ചു വയ്ക്കും ലിഗേസ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻസർട്ട് ചെയ്യും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം, റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ DNA റീകമ്പൈൻ ചെയ്യുന്നു. നമ്മൾ DNA എന്തിനാണ് റീകമ്പൈൻ ചെയ്തത്? നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ കോഡ് എഴുതി വെച്ചേക്കുന്ന ഒരു ജീൻ നമ്മളതിനെ മുറിച്ചു മാറ്റും. മുറിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ജനറ്റിക് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നേരെ എടുത്തൊരു ഹോസ്റ്റിലോട്ട് വയ്ക്കാൻ പറ്റത്തില്ല. അതിന് ബാക്കി തലയും വാലും വേണം. അപ്പോൾ തലയും വാലും കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു വെക്റ്ററിനെ ചൂസ് ചെയ്യും. ആ വെക്റ്ററിൻ്റെ ഒരു ഭാഗവും നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തിട്ട് ലിഗേസ് എന്ന് പറയുന്ന എൻസൈം വെച്ച് ആ പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള സീക്വൻസിനെയും വെക്റ്ററിൻ്റെ സീക്വൻസിനെയും ഒട്ടിക്കും. എന്നിട്ട് രണ്ടും കൂടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് അതിനെ ഇൻസർട്ട് ചെയ്യും. സാധാരണ നമ്മൾ വെക്റ്ററായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്മിഡുകളെയാണ്, വിച്ച് ആർ സർക്കുലർ DNA ഇൻ ബാക്ടീരിയ. ചില വൈറസുകളെയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെക്റ്ററായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ കാര്യം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ പിക്ചർ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കണ്ടോ? ഹ്യൂമൻ DNA നിന്ന് കട്ട് ദ ഡിസൈറബിൾ ജീൻ. ഹ്യൂമൻ DNA നിന്നും നമ്മൾ ഡിസൈറബിൾ ആയ ഭാഗത്തിന് കട്ട് ചെയ്ത് മാറ്റി റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ചിട്ട്. ഇത് ബാക്ടീരിയയിൽ കാണുന്ന പ്ലാസ്മിഡാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ദ പ്ലാസ്മിഡ് ആൻഡ് റിമൂവ് എ സ്പെസിഫിക് പാർട്ട്. ഒരു സ്പെസിഫിക് പാർട്ട് റിമൂവ് ചെയ്യും. അടുത്ത് ദ കട്ട് ഹ്യൂമൻ ജീൻ ഈസ് ലിഗേറ്റഡ് ടു ദ പ്ലാസ്മിഡ്. കട്ട് ചെയ്ത ഹ്യൂമൻ ജീന് ഈ പറഞ്ഞ പ്ലാസ്മിഡിലോട്ട് ലിഗേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഒട്ടിച്ചു. എന്നിട്ട് ഈ പ്ലാസ്മിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹ്യൂമൻ ജീനുമായി ചേർത്തിട്ട് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നു. ഈ പറയുന്ന ജീൻ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. പിടികിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ത് ജോലി ചെയ്യുന്നു? ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. അതായത് ജനറ്റിക് സിസർ എന്നറിയപ്പെടുന്നത് ആരാണ്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിഗേസ്. വെക്ടറായിട്ട് ഉപയോഗിക്കുന്ന ആരെയാണ്? പ്ലാസ്മിഡിനെ. വെക്ടറിൻ്റെ ജോലി എന്താണ്? സ്പെസിഫിക് DNA സീക്വൻസിനെ ഹോസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുക, അവിടെ വളർത്തിയെടുക്കുക. ഹോസ്റ്റ് എന്ത് ചെയ്യും? ഇതിനെ വളർത്തിയെടുക്കുന്ന ജോലി ചെയ്യും. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. അപ്പോൾ എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DNA സെഗ്മെൻറ്റുകളെ കമ്പൈൻ ചെയ്യുന്നു. രണ്ടോ അതിലധികമോ കമ്പൈൻ ചെയ്യുന്നു. എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന ജനറ്റിക് സിസർ, അത് ബാക്ടീരിയൽ എൻസൈമാണ്. അത് DNA കട്ട് ചെയ്യും. DNA ലിഗേസ് അഥവാ ജനറ്റിക് ഗ്ലൂ ഇതിനെ ഒട്ടിക്കും. വെക്റ്റർ എന്ന് പറയുന്നതാണ് ജീൻ കാരിയർ. ഇത് DNA മോളിക്യൂളിനെ നമ്മുടെ ഫോറിൻ ജീനുമായിട്ട് ചേർന്ന് ഹോസ്റ്റിലേക്ക് എത്തിക്കുന്നു. പ്ലാസ്മിഡ് ബാക്ടീരിയോ ഫേജസ് ആയിട്ടുള്ള വൈറസ് ഒക്കെയാണ് സാധാരണ ഇതിന് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്ലാസ്മിഡ് പഠിച്ചു വെച്ചാലും മതി. ഹോസ്റ്റ് സെൽ എന്താണ്? ഏത് ഓർഗാനിസം ആണോ ഈ റീകോമ്പിനന്റ് DNA എടുക്കുന്നത്, അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്, അതിനെ എന്താണ് ആ പറഞ്ഞ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതാണ് ഹോസ്റ്റ് സെല്ല്. സാധാരണ നമ്മൾ ഈ കോളൈ ബാക്ടീരിയ ഉപയോഗിക്കാറുണ്ട്. ഇത് ഇൻസുലിൻ പറഞ്ഞുകൊണ്ടാണ് ഞാനതവിടെ ആഡ് ചെയ്തത്. ഓക്കെ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിനെ പറ്റിയും പഠിക്കും. അപ്പോൾ എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എൻസൈംസും ഫംഗ്ഷൻസും പറയും, വെക്റ്ററും ഫംഗ്ഷനും പറയും, ഏതൊക്കെ സ്റ്റേജസ് ഉണ്ടെന്നും പറയും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ അടുത്തതിലോട്ട് പോകാമല്ലോ. മറ്റൊരു ടെക്നോളജിയാണ് ക്രിസ്പർ ടെക്നോളജി. ക്രിസ്പർ ടെക്നോളജി ഈ ഒരു അടുത്ത കാലത്താണ് ഉണ്ടായി വന്നത്. ഇവിടെ നമ്മൾ എന്താണ്? ഇവിടെ നമ്മൾ വെക്റ്റർ ഒന്നും ഉപയോഗിക്കത്തില്ല. ഡയറക്റ്റായിട്ട് കയറി കട്ട് ചെയ്യും. അതായത് ഏത് ഓർഗാനിസമാണ്, ഇപ്പോൾ മനുഷ്യനാണെന്ന് വിചാരിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെ. ഇപ്പോൾ മനുഷ്യന് ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരു പ്രത്യേക രോഗമുണ്ട്. ഈ പറഞ്ഞ വ്യക്തിക്ക് എന്തുണ്ട്? ഒരു പ്രത്യേക രോഗമുണ്ട്. ആ രോഗത്തിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ DNA ഒരു പ്രത്യേക സീക്വൻസാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാരണക്കാരനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പകരം മറ്റൊരാളെ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ രോഗം ഭേദമാകും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ക്രിസ്പർ ടെക്നോളജി എന്ന് പറയും.
അതായത് ക്രിസ്പർ ടെക്നോളജി നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയകളിൽ നിന്നാണ് കിട്ടിയത്. അതായത് ബാക്ടീരിയകൾ. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിസ്പർ ടെക്നോളജി? നിങ്ങളിങ്ങനെ ആലോചിച്ചത്, ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്, പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സീക്വൻസ് ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്യണം അല്ലേ? കട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒന്നേന്ന് വീണ്ടും റെക്കോർഡ് ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ഞാൻ വീഡിയോ എഡിറ്റിംഗ് ടൂൾ ഇട്ടിട്ട് കട്ട് ചെയ്യും. അതുപോലെ ജീൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്രിസ്പർ ടെക്നോളജി. ഈ ഓരോ വാക്കിനും അബ്രിവേഷൻസ് ഉണ്ട്, ഇതിനൊരു എക്സ്പാൻഡഡ് ഫോം ഉണ്ട്. തൽക്കാലം നമ്മൾ അതൊന്നും അറിയേണ്ട, നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്? നമ്മുടെ ബാക്ടീരിയാസ് ഉണ്ടല്ലോ, ഈ ബാക്ടീരിയകളിൽ വൈറസിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടൊരു സിസ്റ്റം ഉണ്ട്, നാച്ചുറൽ മെക്കാനിസം ഉണ്ട്. അതിൽ കേസ് 9 എന്ന് പറയുന്നൊരു എൻസൈം ഉണ്ട്. ഈ കേസ് 9 എൻസൈം നമ്മളെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പോലെയാണ്. DNA എന്ത് ചെയ്യും? കട്ട് ചെയ്യും. പക്ഷെ പ്രശ്നം ഏത് DNA ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഏത് സീക്വൻസിനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് മറ്റൊരു RNA അവിടെ ഉണ്ട്. അവൻ്റെ പേരാണ് ഗൈഡ് RNA അഥവാ gRNA. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ബാക്ടീരിയയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരികയാണേ. ഒരു ബാക്ടീരിയയിൽ ഒരു വൈറസ് വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നു, അതിൻ്റെ ഒരു പ്രത്യേക സീക്വൻസാണ് പ്രശ്നക്കാരനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് RNAക്ക് ഉണ്ടല്ലോ, ഈ ഗൈഡ് RNAക്ക് അറിയാം എന്താണ് ഗൈഡിൻ്റെ ജോലി എന്താ. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൂടാതൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളവിടെ ഗൈഡിൻ്റെ സഹായം തേടും, കാരണം ഗൈഡ് അവിടെ അറിയാമെന്നുള്ള ആളാണ്, അയാൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ ഇവിടുത്തെ പ്രശ്നക്കാരനാരെന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളാണ് ആര്? ഗൈഡ് RNA. അപ്പോൾ ഈ ഗൈഡ് RNA ഇതുവഴി ഇങ്ങനെ സ്കാൻ ചെയ്ത് പോയിട്ട് ഒരു ഭാഗം കാണും അല്ലേ? ആ ഭാഗം കാണുമ്പോഴത്തേക്കും അത് മെസ്സേജ് കൊടുക്കും, ഇവിടത്തെയാണ് കട്ട് ചെയ്യേണ്ടത്. ആ സമയത്ത് ആര് വരും? അപ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ കേസ് 9 എൻസൈം വരും. കേസ് 9 എൻസൈം വന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് അങ്ങ് കളയും. ഇതാണ് ബാക്ടീരിയയിൽ ചെയ്യുന്നത്. നമ്മൾ ഇതേ സാധനത്തിനടുത്ത് എവിടെ കൊടുക്കുകയാണ്? മനുഷ്യരിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം? ക്രിസ്പർ ടെക്നോളജി വാസ് ഡിസൈൻഡ് എവിടെ നിന്ന്? ഫ്രം ദ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ബാക്ടീരിയ യൂസസ്. ബാക്ടീരിയകൾ വൈറസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാച്ചുറൽ മെക്കാനിസമാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് 9 എന്ന് പറയുന്ന എൻസൈം ഉണ്ട്, അത് DNA കട്ട് ചെയ്യും. അതെവിടെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു RNA സഹായിക്കും. അതിൻ്റെ പേരാണ് ഗൈഡ് RNA അഥവാ gRNA. വർക്കിംഗ് വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട്. നമ്മൾ ആദ്യം സയൻറ്റിസ്റ്റുമാർ ഒരു ഗൈഡ് RNA കണ്ടെത്തും, അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെ? നമ്മൾ മുമ്പേ പറഞ്ഞ റീകോമ്പിനൻ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തും ഒരു ഗൈഡ് RNA. അതായത് ഇപ്പോൾ ഈ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ കുറേ ആൾക്കാരെ നിർത്തും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇവരെ കണ്ടിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും? അവനെ നോക്കിയിട്ട് നമുക്ക് മാച്ച് തോന്നുന്ന ആളെ എന്ത് ചെയ്യും? ഇവനാണ് കുറ്റവാളി എന്ന് പറയും. അപ്പോൾ അതുപോലെ ഗൈഡ് RNA ഈ ഫുള്ള് DNAയും സ്കാൻ ചെയ്യും. ഈ ഗൈഡ് RNAക്ക് നമ്മുടെ ഡോക്ടർമാർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റേണ്ട ആളുടെ ജെനറ്റിക് സീക്വൻസ്. അതായത് ഇപ്പോൾ ATGCDCTA ഈ കോഡ് കാരനാണ് പ്രശ്നക്കാരൻ. അപ്പോൾ ഈ പറഞ്ഞ ഗൈഡ് RNA, ഇതാണ് ഗൈഡ് RNA. കണ്ടോ? ഇവനാണ് ഗൈഡ് RNA. കണ്ടോ? ഇവനാണ് ഗൈഡ് RNA. ഈ ഗൈഡ് RNA ഈ സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് സ്കാൻ ചെയ്യാൻ പറയും. ഇപ്പോൾ നമുക്ക് വേർഡ് ഫയലിലെ നമ്മളിപ്പോൾ വേർഡ് ഫയൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. നമ്മൾ Ctrl+H കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് എന്നൊരു ഓപ്ഷൻ വരും. ആ ഫൈൻഡിൽ നമ്മളൊരു വേർഡ് സെർച്ച് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റിൽ എവിടെയൊക്കെ ഈ വേർഡ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കും. നമുക്കത് ഒറ്റയടിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലേ? അതുപോലെ ഈ പറഞ്ഞ ഗൈഡ് RNA എന്ത് ചെയ്യും? ആദ്യം ഫുൾ സ്കാൻ ചെയ്യും, ഐഡൻറ്റിഫൈയിങ് ദ ടാർഗറ്റ്. അതായത് ഗൈഡ് RNA പ്രിസൈസ്ലി ഐഡൻറ്റിഫൈ ദ DNA സെഗ്മെൻറ്റ് ദാറ്റ് നീഡ്സ് ടു ബി കട്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഫുൾ സ്കാൻ ചെയ്തിട്ട് ഏത് ഭാഗത്തിനാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തിന് ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അടുത്ത ആരെ വിളിക്കും? കേസ് 9 എൻസൈമിനെ വിളിക്കും. ഈ കേസ് 9 എൻസൈം എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആ ഭാഗത്തിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും. ഇനി കട്ട് ചെയ്ത ഭാഗത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് ഡോക്ടേഴ്സിൻ്റെ തീരുമാനമാണ്. സോ സീക്വൻസ് ഓഫ് നൈട്രോജൻ ബേസ് ഇൻ ദ DNA ഈസ് എഡിറ്റഡ് സോ ആസ് ടു മേക്ക് ദ ചേഞ്ചസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ചിലപ്പോൾ ഈ രണ്ട് കോഡുകൾ നിങ്ങൾ മ്യൂട്ടേഷൻ പഠിച്ചവരല്ലേ, അറിയാലോ. കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാടിയൊന്നു മാറിപ്പോകുമ്പോൾ എന്ത് പറ്റും? മൊത്തം ഓർഗാൻസ് തന്നെ എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ മാറ്റം എന്താണോ അതിനെ എഡിറ്റ് ചെയ്ത് നേരെയാക്കും. അല്ല വേണ്ടാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും. എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അൺവാണ്ടഡ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി റിമൂവ്ഡ് ഓർ ന്യൂ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ആഡഡ്. അങ്ങനെ നമ്മളതിനെ എന്ത് ചെയ്യും? പടിയത് നേരെയാക്കിയിട്ട് ആ സാധനത്തിനെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹോസ്റ്റിൻ്റെ അല്ലെങ്കിൽ വെക്ടറിൻ്റെ ഒന്നും സഹായമില്ലാതെ ഡയറക്റ്റായിട്ട് ഓർഗാനിസത്തിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടർ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്രിസ്പർ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ, എന്താണ് ക്രിസ്പർ ടെക്നോളജി? ഓക്കെ, ഇത് പ്രോസസ്സാണ്. റീകോമ്പിനൻ്റ് DNA ടെക്നോളജി പ്രോസസ്സാണ് ചോദിച്ചിട്ടുള്ളത്.
പ്രോസസ്സ് ഞാൻ ഒന്നുകൂടി ഇവിടെ ഒരു ഷോർട്ട് നോട്ടായിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്രിസ്പർ ടെക്നോളജിയിലോട്ട് പോകാം. എന്താണ് ക്രിസ്പർ ടെക്നോളജി? ഇറ്റ് ഈസ് എ മോഡേൺ ടെക്നോളജി. എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു എഡിറ്റ് DNA വിത്ത് ഗ്രേറ്റ് പ്രിസിഷൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രിസിഷനോടുകൂടി DNA എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ക്രിസ്പർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തു? ബാക്ടീരിയകളുടെ നാച്ചുറൽ ആൻറ്റിവൈറൽ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതായത് ബാക്ടീരിയകളിൽ കാണുന്ന Cas9 എൻസൈം DNA കട്ട് ചെയ്യാനും ഗൈഡ് RNA അത് പറഞ്ഞു കൊടുക്കാനും പഠിച്ചിട്ടുണ്ട്. ആ ടെക്നോളജി നമ്മളെടുത്ത് മനുഷ്യരിൽ ഉപയോഗിച്ചു. അതായത് ഇവിടെ Cas9 എന്ന് പറയുന്നത് ഒരു മോളിക്കുലാർ സിസറാണ്. ഇത് എൻഡോന്യൂക്ലിയസ് എൻസൈമാണ്. ഇത് എന്ത് ചെയ്യും? DNA കട്ട് ചെയ്യുന്നു. ഗൈഡ് RNA ഐഡൻറ്റിഫൈ ചെയ്തത് കൃത്യം പറഞ്ഞ് കൊടുക്കുന്നു. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ്? ഒന്നാമത്തെ സ്റ്റെപ്പ് ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ ഗൈഡ് RNA കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കും ആരെയാണ് കട്ട് ചെയ്യേണ്ടത്. Cas9 എൻസൈം വന്നിട്ട് അവിടെ കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്തിനെ എഡിറ്റ് ചെയ്യാം. നമുക്കതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടർ കൊണ്ടുവരാനോ വേണ്ടാത്തത് കളയാനോ സാധിക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സംഭവം. അപ്പോൾ ക്രിസ്പർ ടെക്നോളജി എന്താണ്? ഗൈഡ് RNAയുടെയും Cas9 എൻസൈമിൻ്റെയും ജോലി എന്താണ്? എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്? മൂന്നിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സ്ലൈഡിൽ നിന്ന് എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സ്ലൈഡ് കാണിക്കുന്ന സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലെ 2 ഭാഗം. ജനറ്റിക് മോഡിഫൈഡ് ഓർഗാനിസം. ഇത്തരത്തിൽ നമ്മൾ മൃഗങ്ങളെ അല്ലെങ്കിൽ ചെടികളെയൊക്കെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഇത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അപ്പോൾ എന്താ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ പ്ലാന്റ്സ് ആകാം, അനിമൽസ് ആകാം, മൈക്രോ ഓർഗാനിസംസ് ആകാം, ഹൂസ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഓൾട്ടേർഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിലൂടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. നമ്മൾ കാറ് വാങ്ങിച്ചിട്ട് കാറിൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കാർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് MVD ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ എന്ത് ചെയ്യും? ആ മൃഗങ്ങളിലോ ചെടികളിലോ മൈക്രോ ഓർഗാനിസങ്ങളിലോ നമ്മൾ ഇത്തരത്തിൽ ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഇവിടെ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാനായിട്ടുള്ളൊരു ടേബിൾ വന്നിട്ടുണ്ട്, കുറച്ച് പ്രധാനപ്പെട്ട ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസങ്ങളെ പറ്റിയിട്ട്. ചെടികളിൽ നമ്മൾ ചെയ്ത 1-2 എക്സാമ്പിൾസ് പറയാം. പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് BT കോട്ടൺ. ഈ BT കോട്ടണിൽ ഉണ്ടാകുന്ന പെസ്റ്റ് ഏതെന്ന് നമ്മൾ കണ്ടെത്തും. ഈ പെസ്റ്റിനെ കൊല്ലാനായിട്ട് ഏതെങ്കിലും ചെടിയോ മൈക്രോ ഓർഗാനിസമോ മറ്റെന്തെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും കാണും, അതിനെ കണ്ടെത്തും. എന്നിട്ട് അതിന് ആ പറയുന്ന സാധനത്തിൽ നിന്നും ഇതിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ജീനിനെ കട്ട് ചെയ്തിട്ട് ആ ജീനിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ കോട്ടൺ ചെടിയുടെ വിത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കയറ്റി കോട്ടൺ ചെടിക്കകത്ത് കൊണ്ടുവന്ന് അതിനകത്ത് അതിനെ പെരുപ്പിക്കുമ്പോൾ അത് ഈ ചെടിയെ സ്വന്തമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ടെസ്റ്റ് നടത്തി അവർ കണ്ടുപിടിക്കും. അപ്പോൾ എന്ത് പറ്റും? പെസ്റ്റ് വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ചെടിക്കകത്ത് ഇതിന് പ്രതിരോധിക്കാനുള്ള സംഭവം ഉണ്ടാവും, അത് പ്രതിരോധിക്കും, ഇത് ചത്തുപോകും. ഇതാണ് അതിൻ്റെ ബേസിക് സിമ്പിൾ റൂൾ എന്ന് പറയുന്നത്. വീഡിസൈഡ് റെസിസ്റ്റൻ്റ് ആയിട്ട് സോയാബീൻ ഉണ്ട്, ന്യൂട്രിയൻ്റ് എൻറിച്ച് ചെയ്തിട്ടുള്ള ഗോൾഡൻ റൈസ് ഉണ്ട്, വൈറസ് റെസിസ്റ്റ് ചെയ്യുന്ന RSV റെസിസ്റ്റൻ്റ് പപ്പായ ഉണ്ട്. ഈ RSV എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ റൗണ്ട് എന്തോന്ന് വൈറസ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അതായത് പപ്പായ കൃഷി ഒരു കാലത്ത് ഇല്ലാണ്ടാക്കത്തക്ക രീതിയിൽ സ്പ്രെഡായ ഒരു വൈറസാണ് ഈ RSV വൈറസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി, എന്തോ ഒരു വൈറസാണ്, ഇതൊരു വൈറസിൻ്റെ പേരാണ് കേട്ടോ. റൗണ്ട് എന്തോന്ന് വൈറസ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ പറയുന്ന റൗണ്ട് അല്ല, റിംഗ് സ്പോട്ട് വൈറസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. റിംഗ് സ്പോട്ട് വൈറസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ റിംഗ് സ്പോട്ട് വൈറസ് വരുമ്പോൾ പപ്പായകൾ കേടായിപ്പോകും. അപ്പോൾ ഈ റിംഗ് സ്പോട്ട് വൈറസിനെ കൊല്ലുന്ന എന്താണ് വൈറസാണോ ബാക്ടീരിയ ആണെന്നുള്ള കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ജീൻ എടുത്തിട്ട് അത് പപ്പായ ചെടിയിലേക്ക് കൊണ്ടുവന്നിട്ട് പപ്പായ ചെടിയെ വളർത്തിയെടുക്കുമ്പോൾ ഈ പറഞ്ഞ വൈറസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഓൾറെഡി ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ പോലത്തെ ഒരു പരിപാടി. ഇമ്മ്യൂണിറ്റിയൊക്കെ ആർജിതവും അല്ലെങ്കിൽ വാക്സിനേഷനിലൂടെ കൊണ്ടുവരും. ഇത് ജീൻ എഡിറ്റിങ്ങിലൂടെ തന്നെ നമ്മളങ്ങ് കൊണ്ടുവരും. മൃഗങ്ങളിൽ നോക്കിയ പെട്ടെന്ന് വളരുന്ന ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഹൈ പ്രൊഡക്ടിവിറ്റിയുള്ള സാൽമൺ ഫിഷ്. ഫ്ലൂറസെൻസ് അതായത് പ്രകാശം കാണിക്കുന്ന ഗ്ലോ ഫിഷ്, മറ്റേ ഭംഗിക്ക് വേണ്ടി വളർത്തും. മൈക്രോ ഓർഗാനിസം എബിലിറ്റി ടു ഡീകമ്പോസ് വേസ്റ്റുകളെ തിന്നുന്ന സ്യൂഡോമോണസ് പ്യുറ്റീഡ എന്നാണെന്ന് തോന്നുന്നു, അത് വൈറസിൻ്റെ പേര്. ഓക്കെ, അടുത്ത എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ. കണ്ടോ, ഈ കോളായി ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കോളായി ബാക്ടീരിയ. ഫെർമെൻറ്റേഷന് കഴിവുള്ള ബേക്കേഴ്സ് ഈസ്റ്റ്. ഹൈ നൈട്രോജൻ ഫിക്സിംഗ് എബിലിറ്റി ഉള്ള റൈബോസോം. ഓക്കെ, റൈസോബിയം അല്ലല്ലോ,
റൈസോബിയം, ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ കണ്ടെത്തിയതാണ്. പഠിച്ചു വെച്ച് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള BT കോട്ടൺ, വീഡിസൈഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സോയാബീന്, ന്യൂട്രിയൻസ് ഉള്ള ഗോൾഡൻ റൈസ്, അതായത് വൈറ്റമിൻ എ ആണെന്ന് തോന്നുന്നു, ഇതിൽ ഒരുപാടുണ്ട്. ഓക്കെ, വൈറസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള RSV പപ്പായ, ഗ്രോത്ത് ഉള്ള ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള സാൽമൺ ഫിഷ്, ഫ്ലൂറസൻസ് കാണിക്കുന്ന ഗ്ലോ ഫിഷ്, വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യുന്ന സീഡോമോണസ് പ്യൂട്ടിഡ, എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ. ഈ പറയുന്ന പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എൻ്റെ അടുത്ത്. ഓക്കെ, അടുത്ത ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈക്കോളൈ, ബേക്കേഴ്സ് ഈസ്റ്റ്, ബേക്കേഴ്സ് ഉപയോഗിക്കുന്ന ഈസ്റ്റ്, അതായത് ഫെർമെൻറ്റേഷൻ കപ്പാസിറ്റി കൂടുതലാണ്, അപ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന റൈസോബിയം ബാക്ടീരിയകളൊക്കെ നമ്മൾ ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ട്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇൻസുലിൻ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീന് നമ്മളെടുത്ത് ഒരു പ്ലാസ്മിഡിൽ വെച്ചിട്ട് ഒരു ഹോസ്റ്റിൽ വെച്ച് വളർത്തിയാൽ നമുക്ക് ഇൻസുലിൻ കിട്ടുമെന്നോ, അല്ല ഈ കോളയിൽ വെച്ച് വളർത്തി നമ്മൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഈ പറയുന്ന പ്രത്യേക ജീനാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്? അപ്പോൾ നമുക്ക് അറിയണം അല്ലേ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ജീനുകളാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ DNA ആണുള്ളത്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് പണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്താ ഈ ജീനോം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ജനറ്റിക് മെറ്റീരിയൽസിൻ്റെയും സം ടോട്ടൽ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ, അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ആണെങ്കിൽ ഹ്യൂമൻ ജീനോം, ഇനി മൈക്രോ ഓർഗാനിസത്തിനാണെങ്കിൽ അതിൻ്റെ ജീനോം എന്ന് പറയും. അപ്പോൾ ഈ ജീനോം കണ്ടെത്താനായിട്ട് 1990 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ ലോഞ്ച് ചെയ്തൊരു പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അമേരിക്കയിലായിരിക്കും എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. എന്ന് വെച്ചാൽ അമേരിക്കക്കാർ മാത്രമൊന്നുമല്ല, ലോകത്തുള്ള എല്ലാ ശാസ്ത്രജ്ഞരുടെയും ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ DNA അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ബേസ് പെയറുകൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. അങ്ങനെ നമ്മൾ അറിഞ്ഞൊരു കാര്യം, ഏതാണ്ട് 300 കോടിയോളം DNA ബേസ് പെയറുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന 4 പേരുണ്ടെന്നും ഇവരുടെ കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് നമ്മുടെ DNA കോഡ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജീനോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ജനറ്റിക് മെറ്റീരിയൽസ് ഇൻ എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനകത്തുള്ള എല്ലാ ജനറ്റിക് മെറ്റീരിയലിൻ്റെയും ആകെ തുക അല്ലെങ്കിൽ സം ടോട്ടലാണ് ജീനോം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ജീനോം നമ്മൾ എടുത്തപ്പോൾ നമുക്കതിൽ നിന്നും 300 കോടിയോളം DNA ബേസ് പെയറുകൾ കിട്ടി. ഇത് എവിടുന്നാണ് കിട്ടിയത്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പ്രകാരം 90 മുതൽ 2003 വരെ. എന്താണ് ഇതിൻ്റെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിലെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതിനുവേണ്ടി ജീൻ മാപ്പിംഗ് എന്ന ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് ഓരോ ജീനിൻ്റെയും ലൊക്കേഷനും അതിൻ്റെ ഫങ്ഷനും പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതാണ്ട് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഏതാണ്ട് 300 കോടി ബേസ് പെയറുകളാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത്. ബേസ് പെയർ എന്ന് വെച്ചാൽ അറിയാലോ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അതിന് സ്യൂട്ടബിൾ ആയിട്ട് ഇവിടെ ഏതെങ്കിലുമൊക്കെ എന്താവും, കോഡ് ഉണ്ടാവും, ബേസ് പെയറുകൾ. ഓർമ്മയില്ലേ, നമ്മൾ ഡബിൾ ഹെലിക്സിനകത്തൊക്കെ നമ്മൾ വരച്ച് പഠിച്ചതല്ലേ ഈ പറയുന്ന പെയറുകൾ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 300 എണ്ണം ഉണ്ട്. ഇനി അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തിനാണല്ലോ നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. ഈ ജീൻ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യും. അങ്ങനെ ജീനുകളാണ് എടുക്കുന്നതെങ്കിൽ ഏതാണ്ട് 20,000 മുതൽ 25,000 വരെ ജീനുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഇനി തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഫങ്ഷണൽ ജീനുകൾ എന്ന് പറയുന്ന വെറും 1-2% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ജങ്ക് DNA എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ അതിൻ്റെ ഫംഗ്ഷൻ കണ്ടെത്തിയിട്ടില്ല, ഇനി കണ്ടെത്താം. അത്ര എളുപ്പമുള്ളൊരു ഭാഗമല്ല, അല്ലെങ്കിൽ എളുപ്പമുള്ളൊരു കാര്യമല്ല ഇതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ എന്താ സംഭവം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ്? ജീനോം എന്ന് പറഞ്ഞാൽ എന്താ? ജീനോം ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ജനറ്റിക് മെറ്റീരിയൽ ഇൻ എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനകത്തുള്ള മൊത്തം ജനറ്റിക് മെറ്റീരിയലുകളുടെയും തുകയാണ് ജീനോം എന്ന് പറയുന്നത്. അതിനെ ലൊക്കേഷൻ എവിടെയാണ് കണ്ടെത്തുക എന്നുള്ളതിനെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ജീൻ മാപ്പിംഗ് നടത്തി നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ എന്തൊക്കെ പഠിച്ചു? 300 കോടിയോളം ബേസ് പെയർ ഉണ്ടെന്നും ഏതാണ്ട് 20,000 മുതൽ 25,000 വരെ ജീനുകൾ ഉണ്ടെന്നും അതിൽ വെറും 1-2% മാത്രമാണ് ഫങ്ഷണൽ എന്നും ബാക്കിയൊക്കെ എല്ലാം ജങ്ക് DNA ആണെന്നും മനസ്സിലായി. അതായത് സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ അബൌട്ട് ദിസ് എക്സാക്ട് ഫങ്ഷൻസ്. അറിയില്ല, നമ്മൾ കണ്ടെത്തും. ഫങ്ഷൻ ഉണ്ട്, ഫങ്ഷൻ ഇല്ലാതൊന്നുമല്ല, അത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇതിപ്പോൾ കണ്ടെത്തിയിട്ട്? നേരത്തെ ഞാൻ പറഞ്ഞു തന്നല്ലേ, ഇൻസുലിൻ എവിടെയാണ് നമ്മൾ കണ്ടെത്തിയത് കൊണ്ടല്ലേ ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്.
അതുപോലെ ഈ പറഞ്ഞ ഓരോ ഓർഗാനിസത്തിനകത്തും അതിൻ്റെ ഏത് ജീൻ എന്ത് ഫംഗ്ഷൻ ചെയ്യുമെന്ന് അറിഞ്ഞാലല്ലേ അതെടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എവിടെയായിരിക്കും? നമ്മൾ ക്രിസ്പർ ടെക്നോളജിയിൽ പഠിച്ചില്ലേ, ഒരു ജനറ്റിക് സീക്വൻസിനകത്ത് ഏതെങ്കിലും പ്രശ്നക്കാരനായ ഒരു സീക്വൻസ് ഉണ്ടാകും. ആ സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് എൻസൈം വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ പുതിയ ആളെ കൊണ്ടുവന്ന് അവിടെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ പ്രശ്നം മാറി കിട്ടത്തില്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ കിട്ടിയ അറിവുകൾ നമുക്ക് ജീൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ആദ്യം പഠിക്കേണ്ടത് ജീനോം എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ജനറ്റിക് മെറ്റീരിയൽസ് ഇൻ എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിലുള്ള ജനറ്റിക് മെറ്റീരിയലിൻ്റെ ആകെത്തുകയാണ് എന്ത്? ജീനോം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ജീനോമിൽ നിന്ന് 300 കോടിയോളം DNA ബേസ് പെയറുകളുണ്ട്. ആ ജീൻ പെയറുകൾ നമ്മൾ എവിടെയാണെന്ന് കണ്ടെത്തിയത് ജനറ്റിക് മാപ്പിങ്ങിലൂടെയാണ്. ഇറ്റ് ഈസ് എ ടെക്നോളജി വിച്ച് ഐഡൻറ്റിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് ദ ജീൻസ് ഇൻ ദ DNA ആൻഡ് ഹെൽപ്പ് ഇൻ ദിസ്. ഓക്കെ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ നടത്തുകൊണ്ട് അങ്ങനെ ലൈൻ ഇവിടെ വന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് 90 മുതൽ 2003 വരെ കൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, കുറേ ഗുണങ്ങളുണ്ടായി, പിന്നെ കുറേ കോൺട്രവേഴ്സീസും ഇതിൻ്റെ പുറകെ ഉണ്ട്. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ളവർ നോക്കിയാൽ പോരെ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടെത്തിയത്? 300 പേരുണ്ടെന്നും അത് ജീനായി മാറുമ്പോൾ 20,000 മുതൽ 25,000 വരെയാണെന്നും അതിൽ 1 to 2% മാത്രമാണ് ഫങ്ഷണൽ എന്നും ബാക്കിയെല്ലാം ജങ്ക് DNA ആണെന്നും മനസ്സിലായി. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ജനറ്റിക് ഡിസീസ് ഒക്കർ ആൻഡ് ഇൻ ഫൈൻഡിങ് ന്യൂ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇതിന് പ്രധാന ഗുണം വരുന്നത് ജീൻ തെറാപ്പിയിലാണ്. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രോഗങ്ങളുടെ കാരണമായിട്ടുള്ള ജീനുകളെ കണ്ടെത്തി അതിനെ മാറ്റിയാൽ നമുക്ക് രോഗം മാറ്റാൻ പറ്റത്തില്ലേ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ഹെറിഡിറ്ററി ഡിസീസസ് അല്ലേ, ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ RBCയിൽ ഈ പറയുന്ന RBC ഉൽപ്പാദിപ്പിക്കുന്ന ജീനിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം നമ്മുടെ ഈ പറയുന്ന RBC സിക്കിൾ ഷേപ്പായിട്ട് മാറുന്നതല്ലേ. അപ്പോൾ നമുക്ക് ആ പറയുന്ന കോഡുള്ള DNA പുറത്തെടുത്തിട്ട് ഈ പറഞ്ഞ കാര്യത്തിനെ മാറ്റിയിട്ട് നല്ല DNA ഇൻസേർട്ട് ചെയ്തിട്ട് തിരിച്ച് ശരീരത്തിലിട്ടാൽ പിന്നീട് ഉണ്ടാകുന്ന DNAകൾ ഈ പറയുന്ന കറക്റ്റ് ആയിരിക്കത്തില്ലേ? നമ്മൾ വണ്ടിയിൽ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ ആ പാർട്ട് മാറ്റിയിട്ടാൽ നേരെ ആവത്തില്ലേ? കമ്പ്യൂട്ടറിനൊരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ TV-ക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ മൊബൈലിനൊരു പ്രോബ്ലം വരുമ്പോൾ ആ ഭാഗത്തിന് മാറ്റത്തില്ലേ? നമുക്ക് ആ പാർട്ട് അറിയാമെന്നുള്ളതുകൊണ്ടല്ലേ? അത് നമ്മൾ നിർമ്മിച്ചുകൊണ്ടാണ്. പക്ഷെ മനുഷ്യനെ നിർമ്മിച്ചത് മനുഷ്യരല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഉള്ള മനുഷ്യന്മാരെ വെച്ചിട്ട് ഇതെന്ത് ചെയ്യാണ്? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം സെൽ എടുക്കും. അതായത് ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെല്ലാണ് സ്റ്റെം സെൽ. അപ്പോൾ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡിൻ്റെ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് തുല്യമായ സ്റ്റെം സെല്ല് ശരീരത്തിൽ നിന്ന് എടുക്കും. എന്ന് വെച്ചാൽ ഈ പറയുന്ന സെല്ല് എന്ത് ചെയ്യാൻ പറ്റും? ആ സെല്ലിനകത്ത് നമ്മൾ DNA ഉണ്ടാവുമല്ലോ, ആ DNA വെച്ചിട്ട് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള സെല്ലാണ് സ്റ്റെം സെൽ. അതിനെടുത്തിട്ട് നമ്മൾ ആക്റ്റീവായിട്ടുള്ള ജീൻ അതിനകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് അല്ലാത്ത പുതിയ പാർട്ട് അങ്ങോട്ട് മാറ്റിയിടും. പുതിയ നല്ല വ്യക്തമായി എഴുതിയ കോഡുള്ള DNA അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അതിന് നമ്മൾ ശരീരത്തിലേക്ക് വീണ്ടും ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഇഞ്ചെക്ട് ചെയ്ത ആൾ ശരീരത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? കൃത്യമായിട്ടുള്ള DNA ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ അസുഖം മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഒരു പ്രശ്നമുണ്ട്, മനുഷ്യൻ്റെ ശരീരത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുന്നതിന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു കാര്യത്തിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ജീൻ തെറാപ്പി ടു കംപ്ലീറ്റ്ലി ക്യൂർ ദ സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ഈ പറയുന്ന ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ഡിസീസസ്. എങ്ങനെ? ബൈ റിമൂവിങ് ദ ഡിഫക്റ്റീവ് ജീൻ ആൻഡ് റീപ്ലേസിങ് ദം വിത്ത് ഫങ്ഷണൽ ജീൻ. പഠിച്ചു വയ്ക്കുക, എളുപ്പമാണ് അല്ലേ? ജീൻ തെറാപ്പി എന്ന് വെച്ചാൽ എന്താണ്? അസുഖമുണ്ടാക്കുന്ന ജീനിനെ മാറ്റിയിട്ട് നമ്മൾ അസുഖമുണ്ടാക്കാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ജീനിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജീനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ രോഗങ്ങൾ മാറിക്കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ തെറാപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജീൻ തെറാപ്പി വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഇതൊരു ഹെറിഡിറ്ററി രോഗമാണെന്നുള്ളത് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിന് അപ്രൂവ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ജീൻ തെറാപ്പിയിലൂടെ ഈ രോഗത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ. അപ്പോൾ എന്തായിരിക്കും ജീൻ തെറാപ്പിയുടെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ജനറ്റിക്കലി മോഡിഫൈങ് ദ സ്റ്റെം സെൽ ഓഫ് ദ പേഷ്യൻറ്റിൻ്റെ സ്റ്റെം സെല്ലിനെ എന്ത് ചെയ്യുക? മോഡിഫൈ ചെയ്യുക. എന്നിട്ട് മോഡിഫൈ ചെയ്തതിന് തിരിച്ച് പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അസുഖത്തെ മാറ്റാനായിട്ട് പറ്റും. സോ കണ്ടോ, ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ദ സ്റ്റെം സെൽ ദാറ്റ് പ്രൊഡ്യൂസ് ദ ബ്ലഡ് സെൽസ് ആർ കളക്റ്റഡ്. എന്നിട്ട് ആക്റ്റീവ് ജീൻ ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ സ്റ്റെം സെൽ യൂസിങ് വൈറസസ് വെക്ടേഴ്സ്. വൈറസിലൂടെ നമ്മൾ വൈറസ് ഇൻഫെക്ട് ചെയ്യുന്ന പോലെ നമ്മൾ പോയിട്ട് ഇത് ഇൻഫെക്റ്റ് ആകും. പക്ഷേ ജനറ്റിക് മേക്കപ്പിന് നല്ല രീതിയിലാണ് ഇത് മാറ്റുന്നത്. അങ്ങനെ സ്റ്റെം സെൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ വരും. സോ ജീൻ തെറാപ്പി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ കൊണ്ടൊക്കെ ഉണ്ടായ ഒരു ഗുണത്തിലൊന്നാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണ് ജീൻ തെറാപ്പി? ഇറ്റ് ഈസ് എ മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഡിഫക്റ്റീവ് ജീനിനെ റിമൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നു നല്ല ഫങ്ഷണൽ ജീനുകൾ ഉപയോഗിച്ചിട്ട്. അത് വെച്ച് നമ്മൾ മാറ്റുന്ന രോഗത്തിലൊന്നാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ പറയണ്ടല്ലോ, ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ഗുണം കൂടെ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ DNA പറ്റിയിട്ട് അല്ലെങ്കിൽ ജീനുകളെ പറ്റിയിട്ട് അവരുടെ സ്ട്രക്ചറെ പറ്റി പഠിക്കുന്നത് നമുക്ക് കുറ്റാന്വേഷണത്തിലും അല്ലെങ്കിൽ നമുക്ക് എന്താണ് പോലീസിൻ്റെ കാര്യങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പണ്ട് ഒരുപാട് പണ്ട് നമ്മുടെ ഈ പറയുന്ന ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള അലക്സ് ജെഫ്രിയാണ് എന്ത് ചെയ്യുന്നത്, 84 ഈ ഒരു കാര്യം കണ്ടെത്തുന്നത്. അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലായി ഓരോ DNA-യിലും ഈ പറയുന്ന ബേസ് പെയറുകളുടെ സീക്വൻസിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ട് വ്യക്തികളിൽ ഒരുപോലെ ആകത്തില്ല. പക്ഷേ ഈ അച്ഛൻ അമ്മ മക്കളിലൊക്കെ എന്ത് ചെയ്യും, കുറേ സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. സോ ആ സിമിലാരിറ്റിയിലൂടെ നമുക്ക് വേണമെങ്കിൽ ആളെ കണ്ടെത്താം. അതുപോലെ ഡിഫറൻസ് വെച്ച് നമുക്ക് ആളുടെ വ്യത്യാസം മനസ്സിലാക്കാനും പറ്റും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിക്ടിമിൻ്റെ ഹെയർ കിട്ടി, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പരിപാടിയാണ് അല്ലേ. ആ വിക്ടിമിൻ്റെ ഹെയറിനകത്ത് നമുക്ക് എന്തായാലും ഒരു അല്പമെങ്കിലും സ്കിന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1-2 സെല്ലുണ്ടെങ്കിൽ ആ സെല്ലിനെ നമുക്ക്, അല്ലെങ്കിൽ രക്തമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സലൈവ ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്രൈം സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതായത് എന്താ സംഭവം, നമ്മൾ അതിനെ വളർത്തിയെടുത്ത് സെല്ലുകളുടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിന് DNA എടുക്കും. എന്നിട്ട് ആ DNA നമ്മൾ ഈ പറയുന്ന സസ്പെക്റ്റിൻ്റെ DNA ആയിട്ട് ഒത്തു നോക്കും. ഇവിടെ കണ്ടോ, കറക്റ്റ് പടം ഇതാണ് കണ്ടോ. ഇവിടെ ഈ പറയുന്ന നീല കട്ടകളാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബേസ് പെയറുകളുടെ ഓർഡർ എന്ന് പറയുന്നു. ഈ ഓർഡറും നമ്മളെടുത്ത മറ്റേ ഓർഡറും കൂടി എന്ത് ചെയ്യുന്നു, ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരുപോലെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA മാച്ചിങ് എന്ന് പറയാനായിട്ട് പറ്റും. ഇതാണ് ഇവിടെ സംഭവം കണ്ടോ. ഇവിടെ സാമ്പിൾ തൊട്ട് പേഴ്സൺ 1 ഉണ്ട്, പേഴ്സൺ 2 ഉണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പിൾ കിട്ടി, ഹെയർ സ്ട്രാൻഡിൽ നിന്ന് കിട്ടിയ സാമ്പിളാണ് ഇത്. ഇത് ഒന്നാമത്തെ സസ്പെക്ട്, ഇത് രണ്ടാമത്തെ സസ്പെക്ട്. നോക്കിയിട്ട് പറ ഇത് ആർക്ക് സിമിലറാ? നമ്മൾ പറയുമ്പോൾ ഈ രണ്ടാമത്തെ സസ്പെക്റ്റിന് സിമിലർ ആണ് അല്ലേ. അപ്പോൾ ഇവനാണ് ഇവിടുത്തെ കുറ്റവാളി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് കൾപ്രിറ്റുകൾ അല്ലെങ്കിൽ കുറ്റക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഓരോ വ്യക്തികളിലും എന്താ സംഭവം എന്ന് പറയുന്നത്, ഈ പറയുന്ന 99.9% DNA ഈ മനുഷ്യരിൽ ഏതാണ്ട് സെയിം തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം, ഇവരുടെ ഓർഡറിലാണ് വ്യത്യാസം. നമ്മുടെ എല്ലാവർക്കും ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ ഫിംഗർ പ്രിൻ്റ് പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ്. ഓരോന്നും വ്യത്യസ്തമാണ്. അതുപോലെ നമ്മുടെ DNA-യുടെ സീക്വൻസിങ്ങും വ്യത്യസ്തമാണ്. അതായത് നോക്കിയേ, just as fingerprint data vary from person to person, the sequence of the nucleotide in each person also varies. So നമുക്ക് ഈ പറയുന്ന പെക്യുലാരിറ്റി ഉപയോഗിച്ചിട്ടാണ് വ്യക്തികളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ദീസ് ഡിഫറൻസസ് ആർ മെയിൻലി സീൻ ഇൻ ദ പാർട്ട് ഓഫ് ദ DNA that do not make protein. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാക്കാത്ത ബാക്കിയുള്ള DNA-യിലാണെന്ന് കാണപ്പെടുന്നത്. ഇത് കൂടുതലും പാരൻസിൽ അല്ലേ. റിസംബ്ലൻസ് ക്യാൻ ബി സീൻ ഇൻ ദ DNA പാറ്റേൺ ഓഫ് പാരൻസ്, ദെയർ ഓഫ്സ്പ്രിങ്സ് ആൻഡ് ദെയർ സിബ്ലിങ്സ്. വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന സിനിമയിലൊക്കെ ചിലപ്പോൾ DNA ടെസ്റ്റ് നടത്തിയിട്ട് കുട്ടിയുടെ പിതൃത്വം തെളിയിക്കുന്ന ഒരു പരിപാടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സിനിമയിലല്ല, ജീവിതത്തിലും വാർത്തയിലൊക്കെ വരുന്നതാണ് അല്ലേ. ആ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് കണ്ടോ. ഇവിടെ നോക്കി, അച്ഛൻ അമ്മ കുട്ടി. ഇതിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഈ പറയുന്ന DNA സീക്വൻസിൻ്റെ ഒരു ഭാഗം നമുക്ക് കുട്ടിയിൽ കാണാനായിട്ട് പറ്റും. ഈ ഒന്നാമത്തെ ചൈൽഡിൽ ആദ്യം അമ്മയുടെ ഒരു സിമിലാരിറ്റി കാണാൻ പറ്റുന്നുണ്ട്, രണ്ടാമത്തെ കുട്ടിയിലും അതുണ്ട്. പക്ഷേ രണ്ടാമത്തെ DNA നോക്കിക്കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ മാത്രം സിമിലാരിറ്റിയാണ്, അമ്മയുടെ സിമിലാരിറ്റി ഇവിടെ വരുന്നില്ല. അതുപോലെ നമുക്ക് ഇവിടെ കണ്ടോ, ഈ പറയുന്ന അച്ഛൻ്റെ സിമിലാരിറ്റി ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഈ റെഡ് ലൈൻ ഒന്നാമത്തെ കുട്ടിക്ക് കിട്ടി, രണ്ടാമത്തെ കുട്ടിക്കില്ല. പക്ഷേ രണ്ടാമത്തെ അമ്മയുടെ ഈ പറയുന്ന ലൈൻ ഇവിടെ വന്നു, രണ്ടാമത്തെ കുട്ടിക്ക് വന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഐഡിയക്ക് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ ആരാണ് അമ്മ ആരാന്നൊക്കെ രീതിയിൽ എന്തെങ്കിലും കേസും വഴക്കമൊക്കെ ഉണ്ടായാൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത്രയേ ഉള്ളൂ സംഭവം. ഇതാണെന്തെന്ന് പറയുന്നത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലക്സ് ജെഫ്രിയാണ് ഇത് കണ്ടെത്തിയത്. എന്താ സംഭവം, ഇറ്റ് ഈസ് എ ടെക്നോളജി ദാറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ് അനലൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ദ ഇൻഡിവിജ്വൽസ് അക്കോർഡിംഗ്ലി. ദിസ് ഈസ് കോൾഡ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആൻഡ് ദ സീക്വൻസ് ഓഫ് ദ ന്യൂക്ലിയോടൈഡ് ഇൻ ഈച്ച് പേഴ്സൺ വേരീസ്. അതായത് ഓരോ വ്യക്തിയിലും ഇത് വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്താണ് സംഭവം, അലക്സ് ജെഫ്രിയാണിത് കണ്ടെത്തിയത്. എന്താ സംഭവം, ഓരോ വ്യക്തികളുടെയും ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് പ്രധാനമായിട്ടും എവിടെയായിരിക്കും, ഫങ്ഷണൽ ഭാഗത്തല്ല, ബാക്കി ഭാഗത്തുള്ള DNA-കളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. സോ വേരിയേഷൻസ് ആർ സീൻ ഇൻ ദ റിമൈനിങ് 0. അതായത് നോർമലി എല്ലാവരുടെ DNA-യും, അതായത് DNA-കൾ എന്ന് പറയുന്നത് മനുഷ്യരിൽ ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. പക്ഷേ അപ്പോൾ വ്യത്യാസം എന്താണ്, അതായത് എല്ലായിടത്തും അഡിനിനും കോളിനും തൈമിനും സൈറ്റോസിനും ഒക്കെ തന്നെ അല്ലേ മനുഷ്യരെല്ലാവരിലും. സോ സിമിലാരിറ്റി ആയിരിക്കും, വ്യത്യാസം എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം ഈ പറയുന്ന അറേഞ്ച്മെൻറ്റിലായിരിക്കും. സോ
ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. 2 ഉപയോഗങ്ങളാണ്. നമുക്ക് കൾപ്രിറ്റുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് 2 കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ യൂസസ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ നല്ല സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് യൂസസ്? 1, ഐഡൻറ്റിഫൈയിങ് ദ കൾപ്രിറ്റ്, കുറ്റക്കാരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടു ഐഡൻറ്റിഫൈ ജെനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് ലേൺ അബൌട്ട് ഹെറിഡിറ്ററി ഡിസീസസ്, അല്ലേ? ജെനറ്റിക് ഡിസോർഡറെ കണ്ടെത്തി ഹെറിഡിറ്ററി ഡിസീസുകളെ പറ്റി പഠിക്കാനായിട്ട് പറ്റും. അതായത് അച്ഛനും അമ്മയ്ക്കുള്ള അതേ രോഗം കുട്ടിയൊക്കെ വരുമ്പോൾ അല്ലേ നമ്മൾ ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ ഉപയോഗിക്കും. ടു ഡിറ്റർമൈൻ ദ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ഓഫ്സ്പ്രിങ്സ്, അതായത് പിതൃത്വം തെളിയിക്കുന്ന പരിപാടി. ടു ഐഡൻറ്റിഫൈ ദ ലൈനേജ് ബൈ ഐഡൻറ്റിഫൈങ് ദ ഫോസിൽ, അതായത് നമ്മളെ ഫോസിലുകൾ പഠനത്തിലൂടെ അല്ലെങ്കിൽ ഫോസിലുകളുടെ പഠനം നമ്മുടെ മനുഷ്യരിൽ നിന്ന് ഇവോൾവ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേടാ ചിമ്പാൻസി നമ്മളുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്ന്. എങ്ങനെയാണ്? മോളിക്കുലാറായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വരുന്നതാണ് ഈ DNA ബേസ്ഡ് എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന ജന്തുക്കളുടെ DNA നോക്കുമ്പോൾ നല്ല സിമിലാരിറ്റീസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ടു ഐഡൻറ്റിഫൈ ദ വിക്ടിം ഓഫ് ആക്സിഡൻസ് ഓർ ഡിസാസ്റ്റേഴ്സ്, നമ്മൾ പറഞ്ഞില്ലേ, അറിയാമല്ലോ, നമ്മൾ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ബോഡിയൊക്കെ ചിലപ്പോൾ കിട്ടുന്ന കുറേ കാലത്തിന് ശേഷമായിരിക്കും. അപ്പോൾ അത് ആരുടെ ബോഡിയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമുക്ക് ബന്ധുവായിട്ടുള്ള ഒരാളുടെ DNA ഒത്തു നോക്കുമ്പോൾ നമുക്ക് ഒരാളെ കണ്ടെത്താനായിട്ട് പറ്റും. അല്ലാത്തൊരവസ്ഥയാണ് എങ്കിലും അതിനുപയോഗിക്കാൻ പറ്റും. ടു ട്രാക്ക് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അല്ലെ, എൻഡേഞ്ചേർഡ് സ്പീഷീസുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DNA ഫിംഗർ പ്രിൻറ്റിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ്? കൾപ്രിറ്റുകളെ കണ്ടുപിടിക്കുക, ജെനറ്റിക് ഡിസോർഡറുകൾ തിരിച്ചറിയുക, ബയോളജിക്കൽ റിലേഷൻഷിപ്പ് കണ്ടെത്തുക, ഫോസിലിനെ കണ്ടെത്തുക, ഈ പറയുന്ന വിക്ടിംസിനെ കണ്ടെത്തുക, ആക്സിഡൻറ്റ് ഡിസാസ്റ്റർ ഉണ്ടായ വിക്ടിംസിനെ കണ്ടെത്തുക, അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ എൻഡേഞ്ചേർഡ് സ്പീഷീസുകളെ കണ്ടെത്താനും നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെക്നോളജി യൂസ്ഡ് ടു അനലൈസ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ദ DNA ആൻഡ് ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽസ്. DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ ബേസ് എന്താണ്? നമ്മൾ ഈ പറയുന്ന 29% DNA സെയിം ആണ്, 1% മാത്രമാണ് ഡിഫറൻറ്റ്. പക്ഷേ നമ്മുടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് പറയുന്ന ഓരോ വ്യക്തിക്ക് ഫിംഗർ പ്രിൻറ്റ് പോലെ വ്യത്യാസമായിരിക്കും. അതാണ് അതിൻ്റെ ബേസ്. ആപ്ലിക്കേഷൻസ് പോസിബിലിറ്റീസും നമ്മൾ ഈ പറഞ്ഞ ഇതിനകത്ത് പറയാൻ പറ്റും. മാച്ച് വിത്ത് സാമ്പിൾസ് കൾപ്രിറ്റ് ഇല്ലസ്ട്രേഷൻ. ഓക്കെ, മാച്ച് വിത്ത് സാമ്പിൾ ആൻഡ് കൾപ്രിറ്റ് ഇല്ലസ്ട്രേഷൻ, അതായത് ഈ ഇല്ലസ്ട്രേഷൻ നോക്കാനും നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇതാണ് കൾപ്രിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഓക്കെ, various possibilities of biotechnologies has been discussed so far. Humans are the only species that can make desirable changes to the genetic makeup of other organisms. Even microorganisms are used for it. Microorganisms are the most widely used biotechnology. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ബാക്ടീരിയ, കാണാൻ പോലും പറ്റാത്ത ബാക്ടീരിയയിൽ നിന്ന് നമുക്ക് പ്ലാസ്മിഡ്സിനെയൊക്കെ എടുത്തിട്ട് ഈ പ്ലാസ്മിഡ്സിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന സാധനം ലിഗേസ് ചെയ്തിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനൊക്കെ പറ്റും. അത്രയ്ക്ക് കഴിവുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? മനുഷ്യനെന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യന്മാർ, ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സെപ്പറേറ്റ് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലുണ്ട്. നമ്മൾ ഈ മെഡിസിൻസിൻ്റെ പല പല മേഖലകൾ പഠിച്ചായിരുന്നു അല്ലേ. നമ്മുടെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോപ്പതിയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ആയുർവേദത്തിലൊരു കാര്യം പറഞ്ഞു. അവിടെ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണെന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. മോഡേൺ ആയിട്ട് നമ്മൾ കണ്ടെത്തിയ ഈ പറഞ്ഞ നമ്മുടെ സയൻസ്, മോഡേൺ മെഡിസിൻ പഠിച്ചൊരു പരിധി എത്തിക്കഴിഞ്ഞപ്പോൾ മോഡേൺ മെഡിസിനും ഈ കാര്യം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പല രോഗങ്ങളുടെയും കാരണം രോഗകാരികളാണെങ്കിലും അതിൽ കൂടുതലും കാരണം നമ്മുടെ ഈ പറയുന്ന ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ തുലനാവസ്ഥയിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലുണ്ടാകുന്ന മാറ്റം കാരണമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഓർഗൻസ് പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഒരുപാട് മൈക്രോ ഓർഗാനിസങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വായിൽ ഈ പറയുന്ന സലൈവ തൊട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലും സ്റ്റൊമക്കിലും ഒക്കെ എന്തുണ്ട്? പലതരം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതായത് ചില ബാക്ടീരിയകൾ, ആർക്കിയകൾ, ഫംഗസുകൾ, വൈറസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ശത്രുക്കളല്ല, ഇവർ ചില സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും അല്ലേ. നമ്മൾ ഇവിടെ പഠിച്ചു, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ ശരീരത്തിനകത്തുള്ള യൂസ്ഫുൾ ബാക്ടീരിയാസ് ഇല്ലാണ്ടാകുമെന്ന്. അപ്പോൾ മനുഷ്യൻ ജീനിനെ പറ്റി പഠിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ജീനോമിനെ പറ്റി പഠിച്ചതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസങ്ങളെ പറ്റി പഠിച്ച പ്രോജക്റ്റിൻ്റെ പേരാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എന്താണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് വെച്ചാൽ? ഹ്യൂമൻ ജീനോം എന്ന് വെച്ചാൽ നമ്മുടെ ജീനുകളുടെ ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ മൈക്രോബയോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹ്യൂമൻ മൈക്രോബയോം
ഈസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദെയർ ജീൻസ് ദാറ്റ് ഇൻഹിബിറ്റ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് ഹ്യൂമൻ ബോഡി. അപ്പോൾ എന്താണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ മൈക്രോബയോം ഈസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദെയർ ജീൻസ് ദാറ്റ് ഇൻഹാബിറ്റ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യൻ്റെ ശരീരവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന, ഇൻഹിബിറ്റ് എന്ന് ഞാൻ പറഞ്ഞത് മാറിപ്പോയി, ഇൻഹാബിറ്റ്, നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന, നമ്മളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ ബാക്ടീരിയകളുണ്ട്, ആർക്കേകളുണ്ട്. ആർക്കേ എന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഫംഗസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, വൈറസും ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെക്കാളും 10 ഇരട്ടിയോളം എന്തുണ്ട്, മൈക്രോ ഓർഗാനിസംസ് നമ്മളുണ്ട്. ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവർ എന്താ സഹായങ്ങൾ ചെയ്യുന്നത്? ഇവർ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? പലതരം സർവീസുകളും ചെയ്യാറുണ്ട്, ഇൻക്ലൂഡിങ് ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യുന്നതിൽ, ഡൈജഷനിൽ, അതുപോലെ തന്നെ പല പല വൈറ്റമിൻസിൻ്റെയും ഒക്കെ അബ്സോർപ്ഷനിലും പ്രൊഡക്ഷനിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം മൈക്രോ ഓർഗാനിസംസ് ഹെൽപ്പ് ചെയ്യാറ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ലോഞ്ച് ചെയ്യുന്നത്? ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. 2007 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഹെൽത്ത് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ഹ്യൂമൻ ബോഡി ഈസ് നോട്ട് ഓൺലി കമ്പോസ്ഡ് ഓഫ് സെൽസ് ബട്ട് ഓൾസോ ക്രോർസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദെയർ കോ എക്സിസ്റ്റൻസ് ഈസ് എസെൻഷ്യൽ ഫോർ അവർ വെൽബീയിങ്. നമ്മളിന്ന് കണ്ടെത്തിയതാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ജീവൻ്റെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഓക്കെ, ഇത് മാത്രമല്ല, അടുത്ത പോയിന്റാണ് ഞാൻ നേരത്തെ ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഓക്കെ, ഡിസീസ് ഈസ് നോട്ട് ഓൺലി ദ പാത്തോജൻസ് ബട്ട് ദ ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിൽ പാത്തോജൻസ് മാത്രമല്ല, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇക്വിലിബ്രിയം ഒരു കാരണമാണ്. സോ ഈ അറിവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പുതിയ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് സാധിച്ചു. അതായത് ഫങ്ഷണൽ മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നിപ്പോൾ പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഫങ്ഷണൽ മെഡിസിൻസ്, അതായത് പല നമ്മളെ രോഗങ്ങൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഓർഗൻ മാത്രമായിരിക്കത്തില്ല പ്രശ്നക്കാർ, മറ്റു പല ഓർഗൻസിൻ്റെയും ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവിടെയുള്ള ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിൻ്റെയൊക്കെ ബാലൻസിലുണ്ടാകുന്ന തെറ്റും ഇതിന് കാരണമായിട്ട് മാറാറുണ്ട്. ഞാൻ ഈ അടുത്ത് കേട്ടൊരു കാര്യമാണ്, എനിക്കത് സത്യമാണോ അല്ലേന്നൊന്നും അറിയില്ല. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. നമ്മുടെ തലയിൽ ഈ താരൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിന് നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് പങ്കുണ്ടെന്ന് ഇതുപോലൊരു ഡോക്ടർ യൂട്യൂബിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ പറ്റിയൊന്നും എനിക്കറിയില്ല, എങ്കിലും പുള്ളി വളരെ വളരെ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ കേട്ടപ്പോൾ എന്തോ ഒരു കാര്യമുണ്ടെന്ന്, ഇതിപ്പോൾ സത്യാവസ്ഥ അറിയില്ല, എന്നാലും കേട്ടപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ ഉണ്ടോ, സംഭവം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോയി. അതായത് ആലോചിക്കേ, നമ്മുടെ കുടലിനകത്തുള്ള, കുടലെന്ന് വെച്ചാൽ അറിയാമല്ലോ എന്താണ്, ഇൻഡസ്ട്രൈനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബാലൻസ് തെറ്റുന്നത് ഈ പറയുന്ന താരൻ ഉണ്ടാകാൻ ആകൂ നിങ്ങൾക്കറിയാവോ? എന്നാ നോക്കുക. ഓക്കെ, സോ ദ പ്രോജക്റ്റ് ഓപ്പൺഡ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡിസൈൻ പേഴ്സണലൈസ്ഡ് മെഡിസിൻസ് ആൻഡ് ടു അറേഞ്ച് ട്രീറ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഈച്ച് ഇൻഡിവിജ്വൽസ് മൈക്രോബയോം. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഈ മൈക്രോബയോംസിനെ പറ്റി പഠിച്ചുകൊണ്ട് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദെയർ ജീൻസ് ദാറ്റ് ഇൻഹാബിറ്റ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് ഹ്യൂമൻ ബോഡി. അതിനകത്ത് ബാക്ടീരിയയും ആർക്കേയും ഫംഗസും വൈറസും ഒക്കെ വരും. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ കാണുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ഹ്യൂമൻ മൈക്രോബയോംസ്. ഇത് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ വൈറ്റമിൻസിൻ്റെ ഉൽപ്പാദനത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവരെ പറ്റി പഠിക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്ത പ്രോജക്റ്റാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ്. 2007 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? ഒന്ന്, ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് സെൽസ് മാത്രമല്ല, അതിൽ കോടിക്കണക്കിന് മൈക്രോ ഓർഗാനിസംസും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാത്തോജൻസ് മാത്രമല്ല, അത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലുണ്ടാകുന്ന വ്യത്യാസം കൂടെയാണ്. അതിലൂടെ നമുക്ക് ഒരു പുതിയ കാര്യം മനസ്സിലായി. നമുക്ക് ഓരോ വ്യക്തികളുടെയും മൈക്രോബയോം സ്ട്രക്ചർ പഠിച്ചുകൊണ്ട് അവരുടെ അസുഖങ്ങൾക്ക് നമുക്ക് കാരണങ്ങൾ അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതായത് ബയോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ ഈ ബയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ ടെക്നോളജീസ്, ഈ രണ്ട് കാര്യങ്ങളെ നമുക്കിന്ന് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബയോളജി ടോപ്പിക്ക് നമ്മളിവിടെ ഫുൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് റിവിഷന് വേണ്ടിയിട്ടും അതുപോലെ മോഡൽ ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം.
അപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാ മേഖലകളിലും ഉള്ള ഒന്നാണ് അല്ലേ. അതായത് ഈ പറയുന്ന എന്താണ് നിർമ്മിത ബുദ്ധി, അങ്ങനെയല്ലേ അതിന് മലയാളത്തിൽ പറയുന്നത്. മെഷീൻസ് തന്നെ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ. ഈ കാണുന്ന പിക്ചർ തന്നെ എന്താണ് AI ക്രിയേറ്റ് ചെയ്തതാണ്. പ്രധാനമായിട്ടും നമ്മുടെ ബയോളജിക്കൽ സ്റ്റഡീസ്, അതായത് ഡിസീസുകളുടെ ഡയഗ്നോസിസ് ആയിക്കോട്ടെ, ഡ്രഗ്സിൻ്റെ ഡിസ്കവറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൊക്കെ തന്നെ എന്താണ് AI വളരെ വലിയ പങ്കുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അടുത്ത് വന്നൊരു പുതിയ മേഖലയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ബയോളജിക്കൽ ഡേറ്റയെ അനലൈസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ലേറ്റസ്റ്റ് ടെക്നോളജിയും ഡിസിപ്ലിൻസും ഒക്കെ ഉണ്ടാക്കുകയാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി. എവല്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അല്ലെങ്കിൽ ബയോളജി നമ്മൾ എന്ത് ചെയ്യുന്നു, സയൻസുമായിട്ട്, അതായത് മാത്സും അതുപോലെ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ പുതിയ ഫൈൻഡിങ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബയോ ഇൻഫോർമാറ്റിക്സ് അല്ലെ. ജീവനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനുകൾ എന്നൊരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് AI ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ AI എന്ന് പറഞ്ഞാൽ എന്താണ്, ബയോളജിക്കൽ സ്റ്റഡീസിൽ ഏതൊക്കെയാണ് ഡിസീസിൻ്റെ ഡയഗ്നോസിസ് ആയിക്കോട്ടെ, പുതിയ മരുന്നുകളുടെ ഡിസ്കവറി ആയിക്കോട്ടെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇതിലൊക്കെ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര മേഖല തന്നെ ഇപ്പോൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അവിടെ ബയോളജിയും കമ്പ്യൂട്ടറും മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന ബയോളജി എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ ഈ പറഞ്ഞ സയൻസ് അല്ലെങ്കിൽ AI കൊണ്ടുവരുമ്പോൾ പ്രധാനമായിട്ടും പല പല പൊട്ടൻഷ്യൽസ് അതിന് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ടെക്നോളജി അല്ലേ. ഓരോ വ്യക്തിയുടെയും ഡേറ്റ നമുക്ക് സിസ്റ്റത്തിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ട് ഓരോ വ്യക്തിക്കും ചേർന്ന് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അനുയോജ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസും മരുന്നും ട്രീറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അസുഖത്തിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇന്നൊരു ചെറിയ തലവേദന വന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്പോൾ തന്നെ ഗൂഗിളിൽ കയറി നോക്കും അല്ലേ. അപ്പോൾ ഈ ഗൂഗിളിനകത്ത് ഈ പറഞ്ഞ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്, എങ്കിലും നമുക്ക് പുതിയ മരുന്നുകളുടെ കണ്ടെത്തലും അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പോഴുള്ള മരുന്നുകളുടെ ഇഫക്റ്റീവ്നെസ് പ്രെഡിക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കമ്പ്യൂട്ടറും ബയോളജിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗുണകരമായിട്ട് കിട്ടുന്ന മാറ്റങ്ങളാണ്. ജീനോം സീക്വൻസിങ്, അതായത് നമ്മുടെ ജീൻ എഡിറ്റിങ്ങിൽ ജീനുകളുടെ സീക്വൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞുള്ള ഗൈഡ് RNA ഒക്കെ പോകുന്നു. അതേ കാര്യം നമുക്കിന്ന് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടിയും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും പ്രിസൈസായിട്ട് ചെയ്യുവാനും നമുക്കിന്ന് സാധിക്കും. ബയോ ഇൻഫോർമാറ്റിക്സ് നമുക്ക് പറഞ്ഞു അല്ലെ, ജനറ്റിക് ഡേറ്റകൾ നമുക്കിന്ന് അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ ഹെറിഡിറ്ററി ഡിസീസുകൾ ആർക്കൊക്കെ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇനി വരാൻ പോകുന്ന ജനറേഷൻ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊക്കെ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ നമുക്കിതുകൊണ്ട് സാധിക്കും. പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ പറഞ്ഞ പൊല്യൂഷൻ്റെ ലെവലുകൾ നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബയോളജിയും ടെക്നോളജിയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അഗ്രികൾച്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സോയിലിൻ്റെയും മറ്റു ക്വാളിറ്റികളും കൂട്ടാൻ വേണ്ടിയിട്ട്, അസുഖങ്ങൾ ചെടിക്ക് വരുന്ന അസുഖങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിന്ന് ബയോളജിയും ടെക്നോളജിയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബയോളജിയും ടെക്നോളജിയുടെയും ഗുണം എന്ന രീതിയിലായിരിക്കും ഇവിടുന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ പേഴ്സണലൈസ്ഡ് മെഡിസിനിൽ എന്താണ്, ജനറ്റിക്സും ഹെൽത്ത് ഡേറ്റയും നമുക്ക് ഒരുമിച്ച് അനലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ കണ്ടെത്താനും പറ്റും. കൃഷിയിൽ മണ്ണിൻ്റെ ഹെൽത്ത് പോലെ പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്രോപ്പ് ഡിസീസുകൾ മാറ്റാനും പറ്റും. പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഫിക്സസ് അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡുകൾ, ജീൻ എഡിറ്റിംഗ് പോലെ ടെക്നോളജികൾ, അതുപോലെ ബയോ ഇൻഫോർമാറ്റിക്സിലൊക്കെ നമുക്ക് ടെക്നോളജി ഇന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്, വേറൊന്നുമില്ല. ഓക്കെ, ഇനി ടെക്നോളജിക്കൽ പോസിബിലിറ്റീസ് ഇൻ ദ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. നമുക്കിന്ന് ഈ പറഞ്ഞ എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസും മാത്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റ് കൺസർവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ കണ്ടോ, വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസർ. നിങ്ങളിതൊക്കെ ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. മൃഗങ്ങളുടെ ദേഹത്ത് സെൻസർ ഘടിപ്പിച്ച്, പറവകളുടെ ദേഹത്ത് സെൻസർ ഘടിപ്പിച്ച് അവരുടെ ഈ പറയുന്ന ജീവിത രീതികൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് നമുക്ക് പുതിയ ഡേറ്റകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഹെൽപ്പ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അല്ലെ, എൻഡേഞ്ചേർഡ് സ്പീഷീസുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. റിസർച്ചേഴ്സ് എന്ത് ചെയ്യും, ഈ പറയുന്ന ജന്തുക്കളുടെ മൂവ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളും ബിഹേവിയറൊക്കെ മോണിറ്റർ ചെയ്ത് അത് വെച്ച് നമ്മൾ പഠനങ്ങൾ നടത്തും. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ സെൻസർ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടി റിമോട്ട് സെൻസിങ് ടെക്നോളജിയിലൂടെ അക്വസ്റ്റിക് അനാലിസിസ് പോലെയുള്ള മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവികളെയും മറ്റു കാര്യങ്ങളെയും ട്രാക്ക് ചെയ്യാനും അവരുടെ ഡേറ്റ കളക്ട് ചെയ്യാനും പറ്റും. ക്രയോ പ്രിസർവേഷൻ എന്ന് വെച്ചാൽ, ഈ ക്രയോ പ്രിസർവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ അവതാർ പോലുള്ള സിനിമയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളെ ലിവിങ് സെല്ലുകളെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കാലങ്ങളോളം
സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അതായത് ഈ പറയുന്ന എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും ഇതിന് കേടുപാട് കൂടാതെ കാലങ്ങളോളം ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് നമുക്കിപ്പോൾ എൻഡേഞ്ചേർഡ് ആകാൻ പോകുന്ന സ്പീഷീസുകൾ അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് പിന്നീട് അവരെ റീക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എൻഡേഞ്ചറിങ് സംഭവിക്കാതിരിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും. ബയോ റെമഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ അടുത്ത വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളെ ഈ കടലിൽ പരന്നിട്ടുള്ള ഓയിൽ തിന്നാനായിട്ട് പ്രത്യേക ഫംഗസിനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അതിന് എന്തോ പറയുന്നു, എന്തോ ബയോ ബഗോ അങ്ങനെ എന്തോ ഒരു പേര് മുമ്പ് കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് പറയുന്നത്? ഓക്കെ, യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് ടു റിമൂവ് പൊല്യൂട്ടൻസ് ഫ്രം ദ കണ്ടാമിനേറ്റഡ് എൻവയോൺമെൻറ്റ് സച്ച് എസ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. ദിസ് കൺവേർട്സ് ദ പൊല്യൂട്ടൻ്റ് ഇൻ ടു ഹാംലെസ് കോമ്പൗണ്ട്സ് അല്ലേ? ഇപ്പോൾ നമ്മുടെ കടലിൻ്റെ മുകളിലൊക്കെ ഈ ഓയിൽ സ്പില്ലേജ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഓയിൽ ഇങ്ങനെ പടർന്ന് കിടക്കും കിലോമീറ്ററുകളോളം. അപ്പോൾ അതിന് തിന്നുന്ന പ്രത്യേക ബാക്ടീരിയകളൊക്കെ നമ്മൾ ഈ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടെത്തിയതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊല്യൂഷൻ കുറയ്ക്കാനും പറ്റും. അപ്പോൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈൽഡ് ലൈഫിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ലൈഫിനെ ട്രാക്ക് ചെയ്യുന്ന സെൻസറുകളുണ്ട്. അതിലൂടെ നമുക്ക് അനിമലുകളുടെ മൂവ്മെൻറ്റിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, ബിഹേവിയറും ലൊക്കേഷനും കണ്ടെത്താൻ പറ്റും. അതുപോലെ ഈ പറഞ്ഞ പ്ലാന്റുകളുടെ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ജന്തുക്കളുടെ കൺസർവേഷൻ പ്ലാൻ ചെയ്യാനും ത്രെട്ടുകളുടെ ഡിറ്റക്ഷൻ നടത്താനും സാധിക്കും. അതുപോലെ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ പുലിയെ ഹണ്ട് ചെയ്യുക, ആനയെ ഹണ്ട് ചെയ്ത് അതിൻ്റെ കൊമ്പെടുക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തടയാനും ഒരു പരിധിവരെ ഇതൊക്കെ കൊണ്ട് സാധിക്കും. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ സെൻസർ ഉപയോഗിച്ച് നമുക്ക് സാറ്റലൈറ്റുകളും മറ്റ് മെത്തേഡുകളും ഉപയോഗിച്ചിട്ട് നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ട് പഠിക്കാൻ പറ്റും. അതായത് വനമേഖലയിൽ കുറവ് സംഭവിച്ചു, കൂടുതൽ സംഭവിച്ചു, ഏതെങ്കിലും പ്രത്യേക ചെടികളുടെ അളവ് പ്രത്യേകിച്ച് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്രയോ പ്രിസർവേഷനിലൂടെ നമുക്ക് സെല്ലുകളെ, ടിഷ്യൂസിനെ അല്ലെങ്കിൽ ഓർഗൻസിനെ -196 ഡിഗ്രികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്രയും ടെമ്പറേച്ചർ കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ ലോങ് ടേം നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് മെഡിസിനും അഗ്രികൾച്ചറിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബയോ റെമഡിയേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ട് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ടെക്നോളജി ബയോളജിയിൽ വരുന്നതോടുകൂടി ജനങ്ങൾക്കെല്ലാം ഉപയോഗമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ പറയുന്ന സയൻറ്റിഫിക് ടെക്നോളജികളുടെ വരവ് നമ്മുടെ മനുഷ്യരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് ഹാംഫുള്ളായിട്ട് മാറിയിട്ടുമുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടെത്തിയ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുന്നുകൂടലെന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതായത് ഏതാണ്ട് നമ്മുടെ പസഫിക് ഓഷനിൽ കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിക്കിടപ്പുണ്ട്. അതായത് ഏതാണ്ട് 16 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ് കിടക്കുന്നത്. അതായത് ഫ്രാൻസിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം? അതിനും നമുക്ക് ഈ ടെക്നോളജി തന്നെയാണ് ആശ്രയിക്കാനായിട്ട് പറ്റുന്നത്. പാരീസ് എഗ്രിമെൻറ്റ് പോലെയുള്ള പല പല കരാറുകളും നമ്മുടെ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഒപ്പിടുന്നുണ്ട്. അതിലൂടെ ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ നിലയിൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടും അല്ലേ? നമ്മുടെ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ജൂൺ 5 ഒബ്സർവ് ചെയ്യുന്നു, വേൾഡ് ഓഷ്യൻ ഡേ ജൂൺ 8 ഒബ്സർവ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിനാണ്? അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇതിൽ നീ വലിച്ചു നീട്ടിയിട്ട് ചുമ്മാ ലെങ്ത് കൂട്ടിയിട്ട് സമയങ്ങളതിൻ്റെ ഒരു കാര്യമില്ല. ഇത്ര കാര്യം നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഇനി ഇതിൻ്റെ ലേറ്റസ്റ്റ് അസസ് ഭാഗമാണ് വരുന്നത്. അതിൻ്റെ ക്ലാസ് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ ഈ വർഷത്തെ ബയോളജി ഫുൾ ചാപ്റ്റർ നമ്മൾ ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ജോലിയാണ് പഠിക്കുക എന്നുള്ളത്. അതിന് എന്തൊക്കെ സഹായം വേണോ അത് മാക്സിമം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ മോൾ വാട്സാപ്പ് നമ്പറുണ്ട്, അതിലും കോൺടാക്ട് ചെയ്യാം. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. നോട്ട് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.